തീർച്ചയായിട്ടും ഇത്തവണ അതിന് പ്രത്യേകമായിട്ട് അതിൽ പ്രസക്തി കൂടിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ സമൂഹത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നു. മുൻപം വിഷയത്തിൽ അവിടെ സാമുദായികമായൊരു ചേരിതിരിവിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുണ്ടോ എന്ന് ഒരു തോന്നലുണ്ടായപ്പോൾ ബിഷപ്പുമാരും അതുപോലെ തന്നെ ഞങ്ങൾ മുസ്ലിം നേതാക്കളെല്ലാം തന്നെ എറണാകുളത്ത് ഒരുമിച്ച് കൂടിയിരുന്ന് ചർച്ച ചെയ്ത് അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. എല്ലാവരുടെയും സഹായങ്ങൾ അതിലുണ്ടായി. പ്രത്യേകിച്ച് ബിഷപ്പ് അവർകൾ അന്ന് വളരെ നല്ല ഒരു എഫേർട്ടാണ് അന്ന് എടുത്തത്. മറ്റെല്ലാ ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായിട്ടൊക്കെ അദ്ദേഹം ചർച്ച ചെയ്തു, ഞങ്ങളോട് ചേർത്തിരുത്തി. ഞങ്ങൾക്കും തന്നെ മുനമ്പത്തെ ജനങ്ങൾക്ക് നല്ലൊരു ആശ്വാസം പകർന്നു കൊടുക്കുവാൻ കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു ആത്മവിശ്വാസം. അവർ കുടിയൊഴിപ്പിക്കപ്പെടുമോ എന്നുള്ള ആശങ്കയായിരുന്നു. പക്ഷേ അതിനൊരിക്കലും തന്നെ ഞങ്ങളാരും കൂട്ടുനിൽക്കുകയില്ല. ഏത് വിധേനയും അവർക്ക് അവരുടെ ജീവിതാവകാശം നിലനിർത്തി കൊടുക്കുന്നതിനുള്ള കാര്യങ്ങൾ അതെന്താണോ ചെയ്യേണ്ടത് ആ കാര്യത്തിലാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നത്. സർക്കാർ ആ കാര്യത്തിൽ മുൻപന്തിയിൽ കാര്യങ്ങൾ ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമ്മളിപ്പോൾ പ്രതിഷേധത്തിൻ്റെ കാര്യമല്ലല്ലോ പറയുന്നത്, നമ്മൾ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും അതല്ല. എന്ത് പ്രതിഷേധങ്ങളുണ്ടായാലും അത് കൂടിയിരുന്നു കൊണ്ട് ചർച്ച ചെയ്ത് സംഭാഷണങ്ങളിലൂടെ നമുക്കത് പരിഹരിക്കുവാൻ കഴിയും. സംഭാഷണങ്ങളെ പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല. ഡയലോഗ്സ്, പരസ്പരമുള്ള ആ ഡയലോഗിലൂടെ നമുക്ക് ഏത് കാര്യത്തിനും പരിഹാരമുണ്ടാക്കാൻ പറ്റും.